നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ആസ് യൂഷ്വൽ വീഡിയോയ്ക്കുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയിക്കൊള്ളണേ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും എൻ്റെ ചാനലിലും ഉണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന വഴിപാട് അതീവ മുഖ്യമായതാണ്. ഇടയിൽ ആരും സ്കിപ്പ് ചെയ്യാതെ കാരണം സ്കിപ്പ് ചെയ്താൽ പിന്നെ മനസ്സിലാകത്തില്ല. സോ ലാസ്റ്റ് വരെയും കണ്ടോളൂ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ വഴിപാട് നാളെ മീൻസ് വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട വഴിപാടാണ്. ഫ്രൈഡേയ്സിൽ വെള്ളിയാഴ്ച എന്നാൽ ആദ്യം നമ്മൾ മഹാലക്ഷ്മി ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത്. ദേവിയുടെ ദിവസമാണ് വെള്ളിയാഴ്ച. അത് കഴിഞ്ഞിട്ട് അടുത്തതായി പ്രാർത്ഥിക്കുന്നത് വേറൊരാളുണ്ട്. അവരുടെ പേര് നമുക്ക് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ഓർമ്മ വരും. അവർ വന്ന് ഒത്തിരി നല്ലവരാണ്. വല്ലവർ, രാജവാഴ്ചയിലുള്ളവർ, സുഖസമ്പദ് ജീവിതത്തിന് സ്വന്തക്കാരൻ. അവരുടെ അനുഗ്രഹം കുറച്ച് കിട്ടിയാലേ മതി, നമ്മൾ ഒത്തിരി സന്തോഷത്തിലിരിക്കും. ആരാണവരെന്ന് നിങ്ങളിപ്പോൾ ഗസ് ചെയ്തിരിക്കുമല്ലോ. ഇവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ നമ്മൾ കൈവിരൽ ഞൊടിക്കുന്ന നിമിഷത്തിൽ 4-5 ജോലിക്കാർ വന്ന് നമുക്ക് ചുറ്റും നിൽക്കും. കൊട്ടാരം പോലുള്ള വലിയ വീട്, വലിയ ലക്ഷറി കാറ്, വിലപിടിപ്പുള്ള ഡ്രസ്സ്, സ്വർണ്ണാഭരണങ്ങൾ, അതുപോലെ തന്നെ വാസനയുള്ള പെർഫ്യൂം പോലുള്ള സുഗന്ധദ്രവ്യ വസ്തുക്കൾ, അതിലെല്ലാം ഒത്തിരി ഇൻട്രസ്റ്റ് ആയ ഒരാളാണിത്. ആരാണ് അവരെന്ന് ചോദിച്ചാൽ നവഗ്രഹങ്ങളിലിരിക്കുന്ന അസുരഗുരു എന്നറിയപ്പെടുന്ന ശുക്രാചാര്യർ. അതിനാൽ ശുക്രഹോരയിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരേ ഒരു സ്വിച്ച് വേർഡ് മീൻസ് പവർഫുള്ളായ ബ്രഹ്മാണ്ഡമായ ഫലം കിട്ടുന്ന സ്വിച്ച് വേർഡ് എന്ന് തന്നെ ഇതിനെ പറയാം. ശുക്രൻ എന്നാൽ വീനസ് എന്നാണ് അർത്ഥം. സോ നാളത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ഇത് ഉരുവിടുക. വേറൊന്ന്, ഹോര ടൈമിങ്സ് അറിയാമല്ലോ. രാവിലെ 6 to 7, 6 to 7 AM, ഉച്ചയ്ക്ക് 1 to 2, 1 to 2 PM, രാത്രി 8 to 9, നൈറ്റ് 8 to 9 PM. ഇതാണ് ഹോര ടൈമിങ്സ്. രാവിലെ 6 to 7 ശുക്രഹോരയിൽ 6 times 6 തവണ ഈ ഒരു വരി നിങ്ങൾ ഉരുവിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താശിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിശ്ചയമായിട്ടും ശുക്രഭഗവാൻ അത് നിങ്ങൾക്ക് വാരി വിതറുന്നത് പോലെ നടത്തിത്തരും. ശുക്രൻ എൻ്റെ ജാതകത്തിൽ ഒത്തിരി വീക്കായിരിക്കുന്നു, അവരുടെ ഒരു 10% കണ്ണ് എന്മേലെ പെട്ടാൽ മതി, അങ്ങനെ കരുതുന്നവർക്കെല്ലാം ഇത് ചെയ്യാവുന്നതാണ്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടത മാത്രമാണ് അനുഭവിച്ചത്, ഒരു സന്തോഷവും എനിക്കില്ല എന്ന മൈൻഡ് സെറ്റിലിരിക്കുന്നവർ വെള്ളിയാഴ്ച ശുക്രഹോര നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ഏത് കാരണം കൊണ്ടും ഇത് ചെയ്യാതെ വിടരുത്. അതുപോലെ തന്നെ ഈ വഴിപാടിനെ പറ്റി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പവർഫുൾ ഒന്നായതിനാലാണ് ഇത് പറയുന്നത്. എല്ലാവരും വെള്ളിയാഴ്ച ഇത് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാതിരി സന്തോഷമായി ഇരിക്കണം എന്നതിന് വേണ്ടിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നാളെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് കേട്ടാൽ, നാളെ വെള്ളിയാഴ്ച കുളിച്ച് ശുദ്ധപത്തമായിട്ട് 3 ഹോരയിൽ ഏതെങ്കിലും ഒരു ശുക്രഹോരയിൽ നിങ്ങൾ ഈ വേർഡ് ഉച്ചരിച്ചാൽ മാത്രം മതി. പൂജാമുറിയിൽ നിലത്ത് ഒരു ഷീറ്റോ പായോ വിരിച്ച് ഇരിക്കുക. ഒരു നെയ്ദീപം പറ്റുമെങ്കിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ സാധാരണ നോർമൽ ദീപം വയ്ക്കുക. ഏതെങ്കിലും ഒരു നൈവേദ്യം വയ്ക്കാൻ പറ്റുന്നവർ വയ്ക്കുക. അത് അത്രയ്ക്കും അത്യുത്തമമായിരിക്കും. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നാളെ നിങ്ങളുടെ ഇടത് കൈയിലെ മണിക്കെട്ടിൽ ഒരു ശുക്രൻ കുറി കൂടെ ഇടണം. മിഡാസ്റ്റാർ എന്ന് പറയുന്ന ഈ സിമ്പൽ നിങ്ങൾ കയ്യിൽ വരച്ചിട്ട് ഈ വാക്ക് ഉച്ചരിക്കുമ്പോൾ നല്ല ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചില പേർക്ക് ഇനി ഡൗട്ട് വരാം, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി 3 നേരം ഉച്ചരിക്കണമോ എന്ന്. ധാരാളമായി ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഉച്ചരിക്ക അതുമൂലം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്.
അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ. എങ്ങനെയെന്നാൽ ഏതോ ഒരു വഴിയിൽ പണം നിങ്ങൾക്ക് വന്നു ചേരും. ഒരു ലോൺ സാങ്ഷൻ ആകാതെ ഇരുന്നത് പെട്ടെന്ന് സാങ്ഷനായി വന്നു ചേരും. അതുപോലെ തന്നെ സാലറിയിൽ അരിയർ എമൗണ്ട് വരാനിരുന്നത് അതും വന്നു ചേരും. നിങ്ങളുടെ പണം കടം വാങ്ങിയിട്ട് ഒരാൾ അത് തിരിച്ചു തരാതെ പോയി. പെട്ടെന്ന് തന്നെ അവർ വിളിച്ച് പണം ഇപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കയ്യിൽ തരുന്നതാണ്. സ്വർണം ഏതെങ്കിലും വഴിയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും വാങ്ങിയിട്ട് തിരിച്ചു തരാതെ ഇരുന്നിട്ടുണ്ടെങ്കിലോ നമ്മളെ തേടി വരുന്നതാണ്. തേടി വന്ന് നമുക്കത് നമ്മുടെ കൈകളിൽ തരുന്നതാണ്. അതുപോലെ സ്വത്ത് എന്തായിരുന്നാലും നിങ്ങളെ ജീവിതം ഒരു പിടി മുന്നേറുന്ന വകയിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നിരിക്കും. ഇപ്പോൾ വരൂ ആ വൺ വേർഡ് സ്വിച്ച് വേർഡ് ഏതാണെന്ന് നോക്കാം. നാളത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച, നിങ്ങൾ ഉച്ചരിക്കേണ്ട ശക്തിയാർന്ന സ്വിച്ച് വേർഡ്, അതായത് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിക്ക് നിങ്ങൾക്ക് കൈ നിറയെ സ്വത്തുക്കൾ, ആഗ്രഹ സാഫല്യം എല്ലാം നടത്തിത്തരും ഈ സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ ഈ ഒരു വാക്യം കൊണ്ട്. ആ വാക്യം ഇതാണ്: വീനസ് സാങ്ഷൻ അബണ്ടൻസ്. വീനസ് സാങ്ഷൻ അബണ്ടൻസ്. വീനസ് സാങ്ഷൻ അബണ്ടൻസ്. വീനസ് മീൻസ് ശുക്രൻ, അബണ്ടൻസ് മീൻസ് പരിധിയില്ലാത്തത്, സാങ്ഷൻ ഇപ്പോൾ ഒരു ലോൺ സാങ്ഷനാണ്, മീൻസ് കിട്ടി എന്നുള്ള അർത്ഥം. ശുക്രൻ നമുക്ക് പരിധിയില്ലാത്ത അനുഗ്രഹം കൊടുക്കും, അതിന് തയ്യാറായി നിൽക്കുന്നു എന്നാണ് അർത്ഥം. ഓർ നിങ്ങൾക്ക് സകലതും കിട്ടും എന്നുള്ള അർത്ഥം വരുന്നത്. അതിനാൽ ഈ ഒരു വേർഡ് നിങ്ങൾ രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ ഏതെങ്കിലും ഒരു ഹോരയിലോ ഇല്ലെങ്കിൽ പറ്റുന്നവർ 3 ഹോരയിലും 6 ടൈംസ് 6 തവണ ഉച്ചരിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ച് ആ വേർഡ് ഉച്ചരിക്കുന്നോ അത് കൃത്യമായും നടക്കും. അത് പണമോ സ്വർണമോ അതല്ല ലാൻഡ്, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. ഇത് നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ മിഡാസ്റ്റാർ എന്ന സിമ്പൽ, മുഖ്യമായ ആ ഒരു കുറി നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. അതായത് ഇടത് കൈയിൽ മണിക്കെട്ടിൽ, ലെഫ്റ്റ് ഹാൻഡ് റിസ്റ്റിൽ പൾസ് നോക്കുന്ന ഇടത്തിൽ നിങ്ങൾ ഇത് ചെറുതായിട്ട് വരയ്ക്കണം. ഇത് നിങ്ങൾ നോക്കിയിട്ടേ ഇരിക്കുന്നതും നല്ലതാണ്. ഇനി ചില പേർക്ക് ഡൗട്ട് വരും, നാളെ മീൻസ് ഒരു ഫ്രൈഡേ മാത്രം ചെയ്താൽ മതിയോ എന്ന്. അതല്ല അച്ഛാ, എപ്പോൾ ശുക്രഹോര വരുന്നോ അപ്പോൾ എല്ലാം ചൊല്ലാമോ, ഈ സിമ്പിൾ ഡെയിലി ഇടത് കൈയിൽ മണിക്കെട്ടിൽ വരയ്ക്കാമോ എന്നെല്ലാം. ഇതെല്ലാം നിങ്ങൾക്ക് ധാരാളമായി ചെയ്യാം. ഈ പരിധിയില്ലാത്ത അനുഗ്രഹം തരുന്ന സ്വിച്ച് വേർഡ് ഉച്ചരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അൺലിമിറ്റഡ് മീൻസ് എത്രത്തോളം നമ്മൾ ഉച്ചരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് നന്മ കിട്ടും. ഫസ്റ്റ് ഡേ നിങ്ങളിത് പൂജാ റൂമിൽ ഇരുന്ന് ചെയ്യുക. മറ്റു ഡേയ്സിൽ നിങ്ങൾ ജസ്റ്റ് ഉച്ചരിച്ചാൽ മാത്രം മതി. കയ്യിൽ വരച്ചിടണം, എന്നിട്ട് ഒരിടത്തിരുന്ന് ഉച്ചരിക്കുക. നല്ല ഫലം നിങ്ങൾക്ക് കിട്ടും. മെയിൻലി ഈ സിമ്പൽ വരയ്ക്കാനും ഒരു മെത്തേഡ് ഉണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ്, ഇടതു നിന്ന് വലത്തോട്ടാണ് ഈ സിമ്പൽ വരയ്ക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഷീറ്റിൽ ഞാൻ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? വൈറ്റ് ഷീറ്റിൽ ഗ്രീൻ കളർ പെൻ കൊണ്ട് ഇടത്തു നിന്ന് വലത്തോട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇടത് കൈയിലെ മണിക്കെട്ടിലും വരയ്ക്കണം. ഇതാണ് ശുക്രൻ കുറി. ലെഫ്റ്റ് സൈഡിലിരുന്ന് റൈറ്റിലോട്ട് കോഡ് വരച്ചിട്ട് ഈ പാറ്റേണിൽ നിങ്ങൾ വരയ്ക്കണം. മേലെ വന്നിട്ട് 4 മുക്കോണം, താഴെ വന്ന് 4 മുക്കോണം, മൊത്തം 8 മുക്കോണങ്ങൾ ഇരിക്കും. സോ ഇത് വരയ്ക്കാൻ പറ്റുന്നതിൽ വരച്ചിട്ടിട്ട് ഇത് നോക്കിയിട്ട് കൂടി ആ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഇടത് കൈയിലെ മണിക്കെട്ടിൽ വരച്ചത് നിങ്ങൾ കണ്ടല്ലോ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സ്കെച്ച് പെന്ന് വെച്ചിട്ടാണ് വരച്ചത്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ സ്മഡ്ജായി പോവും, അത് കുഴപ്പമില്ല. പേപ്പറിൽ വരച്ചത് നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇത് നാളെ ഫ്രൈഡേ, ഏത് ഫ്രൈഡേ ആയാലും നിങ്ങൾ ആവശ്യമായിട്ട് ഇത് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിക്കുക. ഇനി ഈ വരച്ച പേപ്പർ എന്താ ചെയ്യുകയെന്ന് ചോദിക്കും. അത് പൂജാമുറിയിൽ വച്ചിരുന്നാൽ മതി, ഒരു ബുക്കിനകത്താക്കി വയ്ക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ.
ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.